ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പഞ്ചകോലം എന്താണെന്ന് വ്യക്തമാക്കാം. കഴിഞ്ഞ ദിവസം ത്രികടു എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ ചേർന്നതിന് ത്രികടു എന്ന് വിളിക്കുന്നു. ഇതിലേക്ക് ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങും തിപ്പലി വേരും കൂടെ സമമായി ചേർത്തതിന് പഞ്ചകോലം എന്ന് വിളിക്കുന്നു. അതായത് തിപ്പലി, ചുക്ക്, കുരുമുളക്, തിപ്പലി വേര്, കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത്, ഈ 5 കൂട്ടം സമമായി എടുക്കുന്നതിന് പഞ്ചകോലം എന്ന് വിളിക്കുന്നു. ഈ പഞ്ചകോലം ചതച്ചിട്ട് കഷായം വെച്ച് പതിവായി സേവിച്ചാൽ ജ്വരം, അതുപോലെ കഫസംബന്ധമായ രോഗങ്ങൾ, വിളർച്ച, അഗ്നിമാന്ദ്യം, ദഹനക്കേട് എന്നിവ ശമിക്കുന്നു. പ്രത്യേകിച്ച് പ്രസവശേഷം അനുഭവപ്പെടുന്ന വായുകോപം കൊണ്ടുണ്ടാകുന്ന ഗ്യാസ് ട്രബിളും, ദഹനക്കേടും, വിളർച്ചയും, പുളിച്ചുതകട്ടിലും, നെഞ്ചരിച്ചിലും, ഗ്യാസ് ട്രബിളും, വിശപ്പില്ലായ്മയും, ഓക്കാനം, ഛർദി ഇത്തരം അവസ്ഥകളിൽ പഞ്ചകോലം കഷായം വെച്ച് പതിവായി സേവിപ്പിക്കുന്നത് നല്ലതാണ്. ഇത് ഒരു ഡോക്ടറുടെ അറിവോടും അനുവാദത്തോടും കൂടെ മാത്രം വേണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.